നമുക്ക് വന്നു ചേരുന്ന പ്രതിസന്ധികളെ അവസരമാക്കി മാറ്റാൻ നമുക്ക് കഴിയാറുണ്ട്. തന്റെ ശത്രുവിനെ തന്നെ തന്റെ പ്രൊഡക്റ്റിന്റെ ബ്രാൻഡ് അംബാസഡറാക്കി മാറ്റിയ ഒരാളുടെ കഥ ഒന്ന് കേട്ടു നോക്കിയാലോ. ഈ കഥ നടക്കുന്നത് തുർക്കിയിലെ മനോഹരമായ ഒരു മലയോര പ്രദേശത്താണ്. അവിടെ ഇബ്രാഹിം അസദ് എന്നു പേരുള്ള ഒരു തേൻ വ്യാപാരി ഉണ്ടായിരുന്നു. അദ്ദേഹം തന്റെ മനോഹരമായ വിവിധ വർണ്ണങ്ങളിലുള്ള പുഷ്പങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആ ഭൂപ്രദേശത്ത് തേൻ കൃഷി നടത്തി വരികയായിരുന്നു. പല വർണ്ണങ്ങളിലുള്ള ഔഷധ മേന്മയുള്ള വൃക്ഷങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ വൃക്ഷങ്ങളിലൊക്കെ അദ്ദേഹം മരത്തിന്റെ തേൻകൂട് ഉണ്ടാക്കി വെച്ചിരുന്നു. എന്നും രാത്രിയാവുമ്പോൾ കാടിറങ്ങി ഒരു കൂട്ടം ആളുകൾ അവിടേക്ക് വരും. അത് മറ്റാരുമായിരുന്നില്ല, അദ്ദേഹത്തിന്റെ തേൻകൂടിൽ നിന്നും തേൻ മോഷ്ടിക്കാൻ വരുന്ന കരടികളായിരുന്നു അത്. വർഷങ്ങളായി ഇത് തുറന്നുകൊണ്ടിരുന്നപ്പോൾ ആ കർഷകന് തേൻ കൃഷിയിൽ ഒരുപാട് നഷ്ടങ്ങൾ അനുഭവപ്പെട്ടു. ഇതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി പല ശ്രമങ്ങളും അദ്ദേഹം നടത്തി നോക്കിയെങ്കിലും എല്ലാം പരാജയമായിരുന്നു. കരടികളെ ആകർഷിക്കാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് പഴങ്ങൾ ആ തേൻപെട്ടികളുടെ അടുത്ത് വെക്കുകയുണ്ടായി. അതുപോലെ തന്നെ ആ തേൻപെട്ടികൾ വെച്ച മരത്തിന് ചുറ്റും അദ്ദേഹം കമ്പിവേലികൾ കെട്ടി. പക്ഷേ ആ കമ്പിവേലികളൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ട് ആ പഴങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ആ വന്ന കരടികൾ തേൻ തന്നെ കുടിച്ച് പോവുകയായിരുന്നു. 3 വർഷത്തോളം ഈ കർഷകൻ പല ശ്രമങ്ങളും നടത്തി. പക്ഷേ എല്ലാം പരാജയപ്പെടുകയായിരുന്നു. കൃഷിയിൽ അദ്ദേഹത്തിന് ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. എന്താണ് ഇതിനൊരു പോംവഴിയെന്ന് അയാൾ എല്ലാ ദിവസവും രാത്രി ചിന്തിച്ചുകൊണ്ടിരുന്നു. രാത്രികൾ ഉറക്കമില്ലാതെ കടന്നു പോവുകയായി. ഒരു ദിവസം അയാൾക്കൊരു ഉപായം തോന്നി. അങ്ങനെ അന്ന് അയാൾ തന്റെ തേൻ കൃഷിക്ക് ചുറ്റും മരങ്ങളുടെ ചുറ്റുമായി CCTV ക്യാമറ സ്ഥാപിച്ച് തുടർന്ന് ഒരു മേശപ്പുറത്ത് അദ്ദേഹത്തിന്റെ ഏറ്റവും നിലവാരമുള്ള 4 തേനുകൾ കുപ്പിയിലാക്കി അവിടെ വെക്കുകയായിരുന്നു. കരടികൾ എന്താണ് ചെയ്യുന്നതെന്ന് കാണാൻ വേണ്ടി. പിറ്റേന്ന് രാവിലെ അയാൾ വന്ന് CCTV ചെക്ക് ചെയ്തപ്പോൾ കണ്ടത് ആ കരടികൾ വരുന്നു, ആ തേനുകളെടുത്ത് അതിലേറ്റവും ക്വാളിറ്റിയുള്ള തേൻ അതുമാത്രം കുടിച്ച് മറ്റുള്ള തേനുകളൊക്കെ അവിടെ തന്നെ വെച്ച് ആ കരടികൾ തിരിച്ചു പോവുകയാണ്. ഈ കാഴ്ച അയാളുടെ മനസ്സിൽ ഒരു തന്ത്രം പ്രയോഗിക്കാൻ കാരണമായി തീരുകയായിരുന്നു. അയാൾ ആ CCTV ക്യാമറയിലുള്ള ദൃശ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എല്ലായിടത്തും പരസ്യം ചെയ്തു. കരടികൾ പോലും തിരഞ്ഞെടുക്കുന്ന യഥാർത്ഥ തേൻ ഇതാണ് എന്നുള്ള രൂപത്തിൽ. ഏതായാലും ആ മാർക്കറ്റിംഗ് ഒരു വലിയ വിജയമായി മാറുകയും അദ്ദേഹത്തിന്റെ ആ തേനിന് ലോകമാകമാനം ഒരുപാട് ഉപഭോക്താക്കൾ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ 3 വർഷത്തോളം അദ്ദേഹത്തിന് തന്റെ തേൻ കൃഷിയിൽ നിന്ന് എത്രത്തെയാണ് നഷ്ടങ്ങൾ ഉണ്ടായത് അതിലും ഇരട്ടി ലാഭം തന്റെ ആ കരടികളെ ഉപയോഗിച്ച് തന്നെ അയാൾ കൊയ്യുകയായിരുന്നു. ഈ കഥയിൽ നിന്ന് നമുക്ക് ഒരു അനുഭവ പാഠമുണ്ട്. നമുക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ അതിൽ തകർന്നു പോവാതെ എങ്ങനെ അതിൽ നിന്ന് ആ പ്രതിസന്ധികളെ എങ്ങനെ അവസരമാക്കി മാറ്റാൻ പറ്റും എന്ന് ഈ കർഷകൻ നമുക്ക് കാണിച്ചു തരികയായിരുന്നു. അതുപോലെ നാം ഒരു പ്രൊഡക്റ്റുമായി ഒരു ഉപഭോക്താവിന്റെ മുമ്പിലെത്തുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ പുറകിൽ ഒരു കഥയുണ്ടെങ്കിൽ ആ കഥ നമുക്ക് മനോഹരമായി വിവരിക്കാൻ കഴിയുമെങ്കിൽ അത് തീർച്ചയായും നമ്മുടെ ഉപഭോക്താക്കളെ പിടിച്ചിരുത്തും എന്നുകൂടി ഈ ഒരു കഥ നമുക്ക് മനസ്സിലാക്കി തരികയാണ്.